സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ദിവസമുണ്ടായ പ്രതിഷേധങ്ങളിൽ 2 സ്കൂളുകൾക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കായികമേളയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായ തീരുമാനം തന്നെയായിരിക്കും. സ്കൂളിന് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാസ്തവത്തിൽ സംസ്ഥാന കായികമേളയിലുണ്ടായിട്ടുള്ള ഈ വിലക്ക് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സർക്കുലറുകളോ ഓർഡറുകളോ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ഇത് പത്രമാധ്യമങ്ങളിലൂടെ മാത്രം അറിഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് ഏകദേശം 60ഓളം കുട്ടികൾ കായിക രംഗത്ത് മേളകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തന്നെ 25ഓളം കുട്ടികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയുണ്ടായി. അവരെല്ലാവരും വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ അവസാന നിമിഷം ഉണ്ടായ ഒരു അനിശ്ചിതത്വത്തിൻ്റെ പേരിലാണ് അവരുടെ സ്വാഭാവികമായ ഒരു വികാരവിക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിലക്ക് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ഡയറക്ടറെ സമീപിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഈ കുട്ടികളുടെ ഭാവി കളയുക എന്ന് പറയുന്നത് വലിയൊരു സങ്കടകരമായ അവസ്ഥയാണ്. തീർച്ചയായിട്ടും അടുത്ത ഒളിമ്പ്യനാവുക എന്നുള്ളൊരു സ്വപ്നം ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഇത്തരം വിലക്കുകളൊക്കെ വിഘാതമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ വർഷത്തേക്ക് വേണ്ടുന്ന പരിശീലനം നടക്കുന്നതിനിടെ കൂടിയാവും വിലക്ക് വരുന്നത് അല്ലേ? അതെ, ഇപ്പോൾ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശീലനം ഞങ്ങൾ ഉടനെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാലൻറ്റ് ഹണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിപുലമായി ഇപ്പോൾ ഇത്തവണ 2ാം സ്ഥാനമാണെങ്കിൽ അടുത്ത വർഷം 1ാം സ്ഥാനം തന്നെ നേടണം എന്നുള്ള വാശിയോടുകൂടിയാണ് കുട്ടികളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നേടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ വിലക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടി പോലെ വരുന്നത്. വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തി തടയേണ്ടിയിരുന്ന അധ്യാപകർ കൂടി അതിന് പിന്തുണ നൽകി എന്നൊക്കെയാണ് ഈ തീരുമാനത്തിൽ പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. കാരണം ട്രോഫികൾ കൊടുക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ഇത്തരം ഒരു സംഭവം അറിയുന്നത് തന്നെ. കാരണം ഒഫീഷ്യൽ സൈറ്റിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയോ എല്ലാം 2ാം സ്ഥാനം നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളൊരു ടൈറ്റിലാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾ ആ സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കുകയായിരുന്നു. ആ നേരത്ത് അധ്യാപകർക്ക് വാസ്തവത്തിൽ ഒന്നും ഞാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളുണ്ടായിരുന്നു, പബ്ലിക് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കതിനെ കൃത്യമായി തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. സ്കൂളിൻ്റെ ഭാഗം എന്തെങ്കിലും കേൾക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഞങ്ങൾ കായിക മന്ത്രിയെ സമീപിച്ചിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മലപ്പുറം DD ഇങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഇതിനു വേണ്ടി കൃത്യമായൊരു തീരുമാനം, ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും അവർ തന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാവില്ല, വിലക്ക് നമ്മളിൽ നിന്ന് പിൻവലിക്കുമെന്ന് തന്നെയാണ് ഇതുവരെ ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മളിപ്പോൾ സംസാരിച്ച തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ, അതുപോലെ മാർബേസിൽ കോതമംഗലം എന്നീ സ്കൂളുകൾക്കെതിരെയാണ് കഴിഞ്ഞ വർഷമുണ്ടായ പ്രതിഷേധത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പ്രജോഷ് കുമാറിനൊപ്പം രാഹുൽ KP, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.